കൃഷിയിടങ്ങളും പാടശേഖരങ്ങളും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യുവതലമുറയ്ക്ക് കൃഷിരീതികൾ അറിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കൃഷിവകുപ്പിന്റെ സ്റ്റോളിലെത്തിയാൽ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കൃഷി ചെയ്യാം, എന്താണ് അതിന്റെ ടെക്നിക്കുകളെന്ന് കൃത്യമായി പറഞ്ഞു തരും. സാർ, ഈ ആധുനിക മനുഷ്യന് വീണ്ടും കൃഷി ഇടങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണല്ലോ നിങ്ങൾ നടത്തുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സമഗ്ര പച്ചക്കറി കൃഷി യജ്ഞം എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ പുതിയ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാളിൽ കാണിച്ചിരിക്കുന്നത്. അതായത് 5 വർഷം കൊണ്ട് നമ്മൾ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്, അതായത് ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിഷമംഗലമായ പഴങ്ങളും പച്ചക്കറികളുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് നമുക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇപ്പം കർഷകരും കൃഷിക്കാരും കൃഷിയിടങ്ങളും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ നൂതന സാങ്കേതിക വിദ്യകളിലൂടെയാണ് ഇപ്പം കൃഷി രീതികൾ നടത്തി വരുന്നത്. അതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതിന് കൃത്യതാ കൃഷി, അതായത് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷനിലൂടെയാണ് നമ്മൾ, അതായത് തുള്ളി നനയും വെള്ളവും വളവും ഇത് തുള്ളിയായിട്ട് നമുക്ക് ചെടികളിൽ കൊടുത്തുകൊണ്ട് കൃത്യതാ കൃഷിയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അക്വപോണിക്സ് ചെയ്യുന്നുണ്ട്. മത്സ്യത്തിൻ്റെ കൂടെ തന്നെ കൃഷിയും ചെയ്യുന്ന അക്വപോണിക്സ് കൃഷി രീതി സംവിധാനം. അതേപോലെ തന്നെ ഹൈഡ്രോപോണിക്സ് കൃഷി രീതി സംവിധാനമാണ് ഈ കാണുന്നത്. അതേപോലെ മഴമറ കൃഷി സംവിധാനം. മഴമറ എന്ന് പറയുന്നത് നമുക്കിപ്പം എല്ലാ വീട്ടിലും നമുക്ക് ഹോംസ്റ്റെഡായിട്ട് എല്ലാ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മഴമറ കൃഷി രീതി എന്ന് പറയുന്നത്. അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു രീതിയാണ് മഴമറ കൃഷി രീതി എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ 4 ദിവസം മുതൽ 7 ദിവസം വരെ നമുക്ക് വളർത്തിയ ചെടികൾ പച്ചയ്ക്കും കഴിക്കാം, അതുപോലെ സലാഡായി കഴിക്കാം. അത് പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പോളി ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് നിന്ന് തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, അതായത് പിന്നെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. അതേപോലെ വെർട്ടിക്കൽ കൃഷി രീതി എന്ന് പറയുന്നത് കുറച്ച് സ്ഥലം മതി നമുക്ക് അടുക്കായിട്ട് ധാരാളം കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വെർട്ടിക്കൽ കൃഷി രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഇനി വരുന്ന തലമുറ എന്ന് പറയുന്നത് ആരോഗ്യകരമായി ജീവിക്കുന്നതിന് ഇപ്പം സ്കൂൾ ഗാർഡനുകൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾ അത് വിഷമംഗലമില്ലാത്ത ആഹാരം കഴിക്കണമെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് സ്കൂളുകളിൽ നമ്മൾ കൃഷി വ്യാപിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂൾ പച്ചക്കറി തോട്ടത്തിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തിരിനന കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് നമുക്ക് ഒരു തിരിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തിരിയിൽ നിന്നും ആവശ്യമുള്ള വെള്ളം, അതായത് നമ്മുടെ ജലത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ തിരിനന സംവിധാനത്തിലൂടെ കൃഷി ചെയ്യാം. വളരെ കുറച്ച് ജലം മാത്രമേ ഇതിന് ചിലവാകുന്നുള്ളൂ. കാരണം ഒരു തിരിയിൽ നിന്നും മാത്രം വെള്ളം വലിച്ചെടുത്ത് ഈ ചെടിക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു കൃഷി രീതിയാണ് തിരിനന കൃഷി രീതി എന്ന് പറയുന്നത്. നമ്മുടെ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് വന്യജീവി ആക്രമണം. ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മുടെ കൃഷി സ്ഥലങ്ങളെയും കൃഷിയിടങ്ങളെയും അതുപോലെ തന്നെ കൃഷി വിഭവങ്ങളെയും സംരക്ഷിക്കാം എന്നതുകൂടി ഈ സ്റ്റോളുകളിലെത്തിയാൽ കർഷകർക്ക് പറഞ്ഞു നൽകും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വനമേഖലയിൽ അല്ലെങ്കിൽ വനാതിർത്തിയിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മുടെ ഈ കൃഷി സ്ഥലങ്ങൾ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വനമേഖലയോട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ എന്ന് മാത്രമല്ല, ഇപ്പം നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കാട്ടുപന്നി ആക്രമണം വളരെ രൂക്ഷമാണ്. വനമേഖലയോട് അടുത്ത് വരുന്ന സ്ഥലങ്ങളിൽ കാട്ടുപന്നിക്ക് പുറമെ കാട്ടാന, പോത്ത്, കുരങ്ങ്, പക്ഷികൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ശരിക്കും കൃഷിനാശം വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രധാന പ്രശ്നമാണ് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ വനം വകുപ്പുമായി ചേർന്ന് തന്നെ ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന ഒരു ഫലപ്രദമായ ഒരു മാർഗമാണ് കിടങ്ങ് നിർമ്മാണം. വനത്തിൽ നിന്നും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി കിടങ്ങുകൾ നിർമ്മിക്കുകയും അപ്പോൾ അവരുടെ ഒരു നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫലപ്രദമായ മറ്റൊരു മാർഗമാണ് സൗരോർജ്ജവേലി. ഒരു ചെറിയ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിൽ നമുക്ക് കർഷകരെ ഒത്തുചേർത്തുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങൾ ചുറ്റും സൗരോർജ്ജവേലി നിർമ്മിക്കുന്നതിലൂടെ വന്യമൃഗങ്ങളെ തടയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു മാർഗമാണ് ഈ ചെയിൻ ലിങ്ക് ഫെൻസിങ്, ചങ്ങലവേലി. ഇതും ഒരു ഫലപ്രദമായ മാർഗമാണ്. ഇതോടൊപ്പം തന്നെ ജൈവ രീതികളുണ്ട്.
അതായത് ചില കാർഷിക വിളകൾ പന്നി ഒരു തടയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ വിളകൾ അത്തരം വിളകളാണ്. അതോടൊപ്പം തന്നെ തേനീച്ചക്കൂട് വിളകളുടെ അതിർത്തിയിൽ വയ്ക്കുന്നതിന് ആ ഒരു ശബ്ദം കാരണം ആനയും ഈ ഒരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കട്ടിയുള്ള ചില്ലകളുള്ള നമ്മൾ ജൈവ വേലി ആയിട്ട് നിർമ്മിച്ചുകൊണ്ട് ചില ചെടികളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അക്വസ്റ്റിക്സ് രീതികളും AI സെൻസർ അതുപോലുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാർഷിക സർവകലാശാലയുടെ റിപ്പല്ലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് രൂക്ഷഗന്ധമുള്ള കെമിക്കലുകളാണ്, അങ്ങനെയുള്ള അതായത് ബോറപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ പേര്, അങ്ങനെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സാധിക്കും. ആധുനിക മനുഷ്യനെ തിരിച്ച് കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനുതകുന്ന തരത്തിലുള്ള ഒരു സ്റ്റോളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതും. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.